വിരണ്ടോടുന്ന ആനകളുടെ ചിഹ്നപ്പിടിയാണ് തിമിരം. എന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചിരിക്കുന്നു. ശരിയേത് തെറ്റേതെന്നറിയാൻ. അപ്പേ, എവിടെ പോവാ? അപ്പ നമ്മുടെ വാഴത്തോട്ടത്തിന് പഴയി വരാം. ഇത്തവണ കുലവെട്ടിയിട്ട് വേണം അപ്പന്റെ ചുന്തേരി കുട്ടിക്ക് വെള്ളിപ്പാരസരം മേടിക്കാൻ. അപ്പേ, ഞാനും വരട്ടെ? വേണ്ട വേണ്ട, മോൻ വലുതാകുമ്പോ കൊണ്ടുപോവാ. ഇപ്പൊ വരുന്നു പഠിച്ചേ. അപ്പ വരുമ്പോ മോനുള്ള ചൂടുള്ള പരിപ്പടി മേടിച്ചോണ്ട് വരണേ. രമേട്ടോ, രണ്ട് ചൂടുള്ള പരിപ്പാല പൊരിഞ്ഞു വെച്ചേക്ക്. മക്കൾക്ക് കൊടുക്കാനാ. ഞാൻ പോയി നമ്മുടെ വാഴയ്ക്ക് വെള്ളം തിരിച്ചിട്ട് വരാം. ജോസേ, ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ. ദാസന്റെ വയലിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. കൊമ്പനാണോ? രമേട്ട, അടുത്ത ആഴ്ച വേണ്ട കുലകള. എന്നിട്ട് വേണം എന്റെ മോൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. സതീശ, പടക്കം വരരുത്, പടക്കം വരരുത്. ആന വരണം. അയ്യോ, ഓടിക്കോ, ആന വരണ്ടേ. അയ്യോ, കുത്തരുതേ, കുത്തരുതേ. ആ, കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കൊണ്ടിൽ ആനയുടെ ആക്രമണത്താൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ജോസിന്റെ മകൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മോൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ അപ്പേ, ആന കൊന്നു. ഇനി ഒരു കുഞ്ഞിനും ഈ ഗതി വരരുത്. അധികാരികളുടെ കണ്ണു തുറക്കണം. ആന കാട്ടിൽ ജീവിക്കട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ആനയുടെ ആക്രമണത്തെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു കാരണവശാലും മൃഗങ്ങളെ ഭയപ്പെടുത്തുന്നത്. കൃഷി ഒരു പ്രാവശ്യം പോയാൽ പിന്നെയും ചെയ്യാമല്ലോ. പക്ഷേ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് തെറ്റാണ്. ഞാൻ മൃഗസ്നേഹിയാണ്. സാറിന്റെ നാട്ടിൽ ആനയുടെയോ കടുവയുടെയോ ആക്രമണമുണ്ടോ? ഇല്ല, ഞങ്ങൾ വളരെ സേഫാണ്. കേട്ടില്ലേ നിങ്ങൾ? കേട്ടില്ലേ? ഹലോ ഹലോ, സാറേ കേൾക്കാമോ? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മുന്തിരിവട്ടം മലയുടെ മുകളിൽ റിസോർട്ടിന്റെ അനുമതിക്ക് വേണ്ടി. എന്ത് പറ്റത്തില്ലെന്നോ? അത് ഇത്ര വലിയ റിസോർട്ടൊന്നും അല്ലെന്നേ. വെറും 3600 സ്ക്വയർ ഫീറ്റ് മാത്രം. വേണമെങ്കിൽ സാറിനും എനിക്കൊന്ന് വിശ്രമിക്കാമല്ലോ. ഞാൻ നാളെ സാറിനെ കാണേണ്ട പോലെ നിന്ന് കൊണ്ടുപോകാം. ഓ, ശരി ശരി. അച്ഛനെ നോക്കിയെ പഠിച്ച് പാടാം. കൊള്ളാലോ മോളെ, സ്കൂളും സ്കൂൾ മുറ്റവും പുറകിലെ തേയിലത്തോട്ടവും